ഹൈക്കോടതി റദ്ദാക്കിയ പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിക്ക് വീണ്ടും ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. മീൻകറിക്ക് പുളിയും ഉപ്പും ഇല്ലെന്ന് പറഞ്ഞ് രാഹുൽ മർദ്ദിച്ചതായാണ് പരാതി. യുവതിയുടെ പരാതിയിൽ രാഹുലിനെതിരെ പന്തിരങ്കാവ് പോലീസ് കേസെടുത്തു. രാഹുൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രിയാണ് എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിനിയായ യുവതിയെ കണ്ണിനും മുഖത്തും പരിക്കേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രി അധികൃതർ അറിയിച്ചത് പ്രകാരം പോലീസ് മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാതിയില്ലെന്നായിരുന്നു യുവതിയുടെ പ്രതികരണം. സ്വന്തം നാടായ എറണാകുളത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് യുവതി പോലീസിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് മാതാപിതാക്കൾ എത്തിയതോടെ യുവതി ഭർത്താവ് രാഹുലിനെതിരെ പരാതിയുമായി പന്തിരാങ്കാവ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. മീൻകറിയിൽ ഉപ്പും പുളിയുമില്ലെന്ന് പറഞ്ഞ് മകളെ ഭർത്താവ് മർദ്ദിച്ചെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം. രാഹുൽ നിരന്തരമായി മകളെ മർദ്ദിക്കാറുണ്ടെന്നും മാതാപിതാക്കളുമായി ഫോണിൽ ബന്ധപ്പെടാൻ പോലും സമ്മതിച്ചിരുന്നില്ലെന്നും കുടുംബം പരാതിയിൽ പറയുന്നു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർതൃപീഡനത്തിനും നരഹത്യാശ്രമത്തിനുമാണ് പോലീസ് കേസെടുത്തത്. 1.5 മാസം മുൻപാണ് ആദ്യ കേസ് ഹൈക്കോടതി തീർപ്പാക്കിയത്. കേസ് തീർപ്പാക്കണമെന്ന രാഹുൽ ഗോപാലിന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് യുവതിയെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട നിലയിൽ ഭർതൃവീട്ടിൽ വീട്ടുകാർ കണ്ടത്. പിന്നാലെ ഭർത്താവ് രാഹുലിനെതിരെ പരാതി നൽകുകയും പോലീസ് ഗാർഹിക പീഡനത്തിനും സ്ത്രീധന നിരോധന നിയമപ്രകാരവുമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു. വാർത്ത പുറത്തു വരികയും വിവാദമാവുകയും ചെയ്തതോടെ വധശ്രമ കേസും ചുമത്തി. ഇത് അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ സമ്മർദ്ദം ചെലുത്തി എൻ്റെ മകളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എൻ്റെ മകള് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. ഞങ്ങൾ ഒരിക്കലും അവൾ തള്ളി പറയില്ല. ഞങ്ങളെപ്പോലും സമ്മർദ്ദത്തിലാക്കി അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വേറെ ഒന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്നാൽ രാഹുൽ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു. ഇതിനിടയിലാണ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടുകാരുടെ നിർബന്ധത്താൽ കേസ് നൽകിയതാണെന്നും പറഞ്ഞ് യുവതി രംഗത്തെത്തിയത്. അന്ന് രാത്രി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി. അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് സത്യം തുറന്നു പറയാൻ പറ്റാഞ്ഞത്. ഇതോടെ രാഹുൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭാര്യയെ മർദ്ദിച്ചിട്ടില്ലെന്നും തങ്ങൾക്കിടയിലുണ്ടായിരുന്ന തർക്കം സംസാരിച്ചു തീർത്തു എന്നും രാഹുൽ വ്യക്തമാക്കി. ഇത് ശരിവെച്ച് യുവതി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. യുവതി ഡൽഹിയിലുണ്ടെന്ന് വിവരമറിയുകയും പിന്നീട് വിമാനത്താവളത്തിൽ വെച്ച് യുവതിയെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയ യുവതി വീട്ടുകാർക്കൊപ്പം പോകാൻ വിസമ്മതിച്ചു. ഹൈക്കോടതിയിൽ നേരിട്ടെത്തിയ രാഹുലും യുവതിയും ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം കോടതിയെ അറിയിച്ചതോടെ ജസ്റ്റിസ് എ ബദറുദ്ദീൻ കേസ് റദ്ദാക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം ദമ്പതികൾക്ക് കൗൺസിലിംഗും നൽകിയിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.